ഇന്ന് ഫൗസ്റ്റീനയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുത്തമ്പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പുത്തമ്പള്ളി പോയി കഴിഞ്ഞിട്ട് പിന്നെ മീൻ മാർക്കറ്റിലേക്ക് പോയി. മീൻ മാർക്കറ്റിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ പോകാറുണ്ട്. അപ്പോൾ കുറച്ചധികം മീനെ ഒരുമിച്ച് നമ്മൾ വാങ്ങിക്കും. അപ്പോൾ ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കളാഞ്ചിയും അയിലയും കൊഴുവയായിരുന്നു. അങ്ങനെ കളാഞ്ചിയും അയിലയും നമുക്ക് അവിടെ തന്നെ നന്നാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൊഴുവയുണ്ട്. പിന്നെ കൊഴുവൊക്കെ നന്നാക്കി വരുമ്പോഴേക്കും ഭയങ്കര ടൈമായിരിക്കും. ഇവർക്ക് സ്കൂളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളാഞ്ചിയും അയിലയും മാത്രമാണ് അവിടെ നന്നാക്കിയിരുന്നത്. അവർ പെട്ടെന്ന് തന്നെ നമുക്ക് വേഗം നന്നാക്കി തന്നു കേട്ടോ. അവരിങ്ങനെ നന്നാക്കാൻ നല്ല രസമായിരുന്നു. ഭയങ്കര സ്പീഡിൽ നന്നാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്ത സമയമില്ല ഉണ്ടാക്കാൻ. ഇവർക്ക് 8:30 സ്കൂളിൽ പോകണം. അപ്പോൾ ലഞ്ചൊക്കെ ഞാൻ വേഗം വന്നിട്ട് തലേദിവസം തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പാക്ക് ചെയ്ത് അവരെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് നിന്നു. അവർക്ക് നോൺ വെജ് അലൗഡ് അല്ല കേട്ടോ. വെജിറ്റബിൾ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. മുട്ട കുഴപ്പമില്ല. പിന്നെ അവരെല്ലാ വെജിറ്റബിൾസും കഴിക്കൊന്നുമില്ല. ഇതിപ്പോൾ ഫ്രൈഡ് റൈസാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉണ്ടാക്കണേ അതാണ് കൊടുത്തു വിടാറ്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പള്ളിയിൽ പോയത് കാരണം. പിന്നെ ബർത്ത്ഡേക്ക് ഇവർക്ക് സ്കൂളിലേക്ക് ചോക്ലേറ്റ് ഒന്നും കൊണ്ടുപോകാൻ അലൗഡ് അല്ല. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പെൻസിലോ പേനയോ അങ്ങനെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുക വേണ്ടത്. അപ്പോൾ പെൻസിലാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്. അത് ഓൾ ക്ലാസ് കുട്ടികൾക്ക് നമ്മൾ കൊടുത്തു വിടണം. ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഫ്രീ ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മീനിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണല്ലോ ചെയ്തത്. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മീനിൻ്റെ പരിപാടികൾക്ക് തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ആ 3 ടൈപ്പ് മീനുകൾ: അയിലയും കളാഞ്ചിയും കൊഴുവയും. അയിലയും കളാഞ്ചിയും നമുക്ക് നന്നാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നന്നായി വാഷ് ചെയ്യേണ്ടി വരും. അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. ഇതെല്ലാ മീനും ഞാൻ ചിലപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കാറില്ല. ചിലപ്പോൾ വെറുതെ വെള്ളമൊഴിച്ച് ഫ്രീസറിൽ കയറ്റുക ചെയ്യാറ്. ഇത് അത്ര ഫ്രഷ് അല്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കിപ്പോൾ ഒരാഴ്ചത്തേക്ക് മേലെ എന്തായാലും ഉണ്ടായിരിക്കും. ഒരാഴ്ചത്തേക്കാണ് നമ്മൾ വാങ്ങിക്കാറ്. പക്ഷേ ഇന്നത്തെ മീൻ ഒരാഴ്ചയ്ക്ക് മേലെ എന്തായാലും ഉണ്ടായിരിക്കും. ഡെയിലി ഇവിടെ മീൻ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മാർക്കറ്റ് ഇവിടെ അടുത്തായതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുക. ഒരു ദിവസത്തിന് പകുതി ഈ മീൻ പണിക്ക് വേണ്ടിയിട്ട് എനിക്ക് സ്പെൻഡ് ആവാറുണ്ട് കേട്ടോ. മാർക്കറ്റിൽ പോണ ദിവസം ഞാൻ കടയിലേക്ക് പോകാറില്ല. അല്ലെങ്കിൽ ഞാൻ കടയിൽ പോകാറുണ്ട്. ഞങ്ങളുടെ കട കേച്ചേരിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറ്. ഇനി തിരിച്ച് ഞാൻ തന്നെ ഒരു 3 മണിയാകുമ്പോഴേക്കും തന്നെ പോരും. ഇവരെ കുട്ടികൾ 4:20 ആകുമ്പോൾ എത്തും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ എത്തും. അങ്ങനെ അയില ഒരുവിധമൊക്കെ ഇതാക്കി. ഇനിയിപ്പോൾ അയില നമുക്ക് ഇപ്പോൾ 6 പാത്രം കിട്ടിയിട്ടോ. അതിങ്ങനെ നമ്മൾ ഏതാണ്ട് ഒരു എണ്ണൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഞാനിങ്ങനെ എല്ലാം ഡിവൈഡ് ചെയ്ത് വെക്കുന്നത്. അവർ ക്ലീനാക്കി തന്നു എന്ന് പറഞ്ഞാലും നമുക്ക് ഒന്നുകൂടി നന്നായി ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. കട്ട് ചെയ്തു ക്ലീൻ ചെയ്ത് തന്നു എന്ന് പറഞ്ഞാലും. അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഫ്രീസറിൽ കയറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മീനെടുത്തു. മുമ്പ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ ഫ്രീസർ കാലിയായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഫുൾ നിറയും കേട്ടോ. അങ്ങനെ അടുത്ത മീൻ കളാഞ്ചിയാണ്. കളാഞ്ചി കുഴപ്പമില്ലാതെ അവർ ഒരുവിധം നന്നായി തന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ക്വയർ പീസ് പോലെ ആക്കിയിട്ട്. അങ്ങനെ അതും ഇതുപോലെ പല പല പോർഷൻസായിട്ട് ഞാനിങ്ങനെ വെക്കുകയാണ് കേട്ടോ. കളാഞ്ചി ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ട് വെക്കുന്നില്ല. വെറുതെ വെള്ളം ഒഴിച്ചിട്ടാണ് ഫ്രീസറിൽ കയറ്റുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രഷ് ആയതുകൊണ്ട് അത് ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത്. ഞാൻ 2 ടൈപ്പിലും ചെയ്യാറുണ്ട്. ഒന്നുകിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വറുക്കാനുള്ളതൊക്കെ മുളക് പൊടി ഇട്ടിട്ടാണ് വെക്കാറ്. ഇതിപ്പോൾ നമുക്ക് എന്താ ചെയ്യുക നമുക്കറിയില്ല. ചില ദിവസം നമുക്ക് വറുക്കാം, ചിലപ്പോൾ വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കുന്നത്. വറുക്കുന്ന ഉറപ്പുള്ള മീൻ മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ട് വയ്ക്കുള്ളൂ. അല്ലാത്തതൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് മാത്രമാണ് വെക്കാറ്. ഇതും ഒരു 3 പാത്രത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഫ്രഷ് മീനായിരുന്നു. അയില അത്ര ഫ്രഷ് ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതും ഫ്രീസറിൽ കയറ്റിയിട്ട് ഇപ്പോൾ ഫ്രീസറിൽ നിറഞ്ഞു. ഇനി നമുക്ക് കൊഴുവയും കൂടി ക്ലീൻ ചെയ്ത് കയറ്റാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ തന്നെ പകുതി കഴിഞ്ഞു. ഇനി ഇതാണ് മെയിനായിട്ടുള്ള പണി. അത് കഴിഞ്ഞിട്ട് ഇത് തുടങ്ങിയത് ഞാനിങ്ങനെ ആദ്യം വെള്ളം ഒഴിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് 2-3 പാത്രങ്ങൾ വെക്കും. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്ന് കുറച്ചീശെ ആയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ട് ഉള്ളത് ഞാൻ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാറ്റി ഫ്രീസറിലേക്ക് കയറ്റിട്ടോ.
അതിന് ബാക്കി പോർഷൻ ഞാൻ വൈകിട്ടാണ് ചെയ്തത്. ഇതിലിപ്പോൾ മൊത്തം ഇല്ലായിരുന്നു. ഇതിലിപ്പോൾ ഏതാണ്ട് വേണമെങ്കിൽ 1.5 കിലോ വാങ്ങിയാൽ വേണമെങ്കിൽ 1/2 കിലോ വാങ്ങാനും ഇപ്പോൾ ആദ്യം ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 1/2 കിലോ ഒക്കെ ബാക്കിയുള്ള 3/4 കിലോവും അതൊക്കെ ഞാൻ പിന്നീടാണ് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർ വൈകിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും പാലട ഉണ്ടാക്കിയിട്ടോ. പാലടയാണ് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലട. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടാറില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാലടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്പിസ്വാമിയുടെ അവിടെ നമ്മൾ പാലടയൊക്കെ വാങ്ങിക്കാറുണ്ട്. അതങ്ങനെ പാലട ഉണ്ടാക്കി അവർക്ക് ട്യൂഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ട്യൂഷന് പോവും. പിന്നെ നമ്മൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണില്ല, ഇവർക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ചേട്ടൻ്റെ അനിയൻ ജോൺ, അവൻ ഫ്രീ അല്ലായിരുന്നു. അവന് സാറ്റർഡേ വൈകിട്ട് ഫ്രീ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച രാത്രിയാണ് പിന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയത്. ഇന്ന് ജസ്റ്റ് പായസം ഉണ്ടാക്കൽ മാത്രമാണ് ചെയ്തത്. അങ്ങനെ 3 പേരും പായസമൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു കേട്ടോ. നമ്മളെല്ലാ ബർത്ത്ഡേയും ഇവിടെ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പായസം ഉണ്ടാക്കൽ, കേക്ക് കട്ടിങ്, പിന്നെ ചെറുതായിട്ടൊരു ഡെക്കറൊക്കെ ചെയ്യുക. ഇതാണ് 3ഉം മസ്റ്റായിട്ട് നമ്മളിവിടെ ചെയ്യാറുണ്ട്. എല്ലാവരുടെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ഇവർക്കാണെങ്കിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ വിളിച്ചിട്ടാണ് നാളെ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നാളെ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.